ഹലോ അസ്സലാമു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഇൻ്റോടെ എത്തിക്കണേ, ഇന്നലെ എത്തിയതാട്ടോ, ഇന്നലെ വൈകുന്നേരം എത്തിയതാണ്. അപ്പോൾ പോരിന് വീഡിയോസ് ഇതൊന്നും എടുത്തിട്ടൊന്നും ഇല്ലേനി കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിക്കണേ, ഇവിടെ പൊണ്ണൂൻ്റെ മക്കളൊക്കെ വന്നു കേട്ടോ. സ്കൂളിലല്ലോ, ശനി ഞായർ സ്കൂളിലാത്തതിനോട് ഓലൊക്കെ വന്നിക്കണ്. അപ്പോൾ ഇന്ന് നമ്മളെ കുഞ്ഞാവൻ്റെ ഫസ്റ്റ് കുളിയാണ് കേട്ടോ. അവൾ ഇതുവരെ അവളെ കുളിപ്പിക്കലൊന്നും തുടങ്ങിയിട്ടൊന്നും ഇല്ലേനി കേട്ടോ. ഇതുവരെ അവളെ കുളിപ്പിച്ചിട്ടേ ഇല്ല, തീരെ കുളിപ്പിച്ചില്ല കേട്ടോ. വെള്ളം പോലും ഓളെ തൊടിയിപ്പിച്ചില്ല, തൊടിയിപ്പിക്കണ്ടെന്ന് പറഞ്ഞത് ഇനി. അപ്പോൾ ഇന്നലെ ഓളെ കാണിക്കേണ്ട ദിവസം ഇനി. അപ്പോൾ ഇന്നലെ കൊണ്ടുപോയി കാണിച്ചപ്പം കുഴപ്പമൊന്നുമില്ല, അവൾ നോർമലായിന്, തൂക്കമൊക്കെ നോർമലായിന് കേട്ടോ. അപ്പോൾ അവളെ കുളിപ്പിക്കാൻ പറഞ്ഞിരിക്കണ്. അപ്പോൾ ഇന്ന് ഓളെ ഫസ്റ്റ് കുളിയാണ്. അപ്പോൾ ചേച്ചിയൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും കുട്ടീനെ കുളിപ്പിക്കണ കാണാൻ നിൽക്കട്ടോ. ഐസമോളും ഒക്കെ കുട്ടീനെ കുളിപ്പിക്കണം. ഓളൊന്നും ഇതുവരെ അങ്ങനെ കണ്ടില്ലല്ലോ, കുഞ്ഞാവളെ കുളിപ്പിക്കണമെന്ന് ഓള് കണ്ടില്ലല്ലോ. അപ്പം ഓളൊക്കെ അത് നോക്കിക്കാണ്, കടന്നതൊന്നും റെഡിയാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം നീച്ചൊക്കെ ഒരുങ്ങണുള്ളൂ. അപ്പോൾ കുഞ്ഞാവനെ കുളിപ്പിക്കാൻ ചേച്ചി വന്നിക്കണ്. കുളിപ്പിക്കലൊന്നും തുടങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഞാൻ ഇന്നത്തെ ഒരു ഡേ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എത്തിയതാണല്ലോ, അപ്പോൾ ഇന്നത്തെ ഒരു ഡേ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മൾ കുഞ്ഞാവിൻ്റെ ഫസ്റ്റ് കുളി എന്തൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഐസമോക്ക് ഞാൻ ചായ കൊടുത്തു പോയതാട്ടോ. ചായ പത്തിരിയും കറിയൊക്കെ ഇതാക്കണ ഇവിടെ. എന്നിട്ട് ഓളിപ്പോൾ എന്തിനാ എടുത്തത് അത് ദിവസേ? ഇപ്പോൾ കപ്പ് കേക്ക് എടുത്തപ്പോൾ തിന്നണത് ചായ കുടിക്കാതെ. അതാ രാവിലെ തന്നെ പൊണ്ണൂന് ചോറ്റക്കുള്ള ഉപ്പേരി ഉണ്ടാക്കുക കേട്ടോ. നല്ല വെണ്ടക്ക ഉപ്പേരി. ഇങ്ങനെ ആരെങ്കിലും ഉപ്പേരി വെക്കലുണ്ടോ? മസാല ഒന്നും ഇടാതെ. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ തിന്നാൻ. ഈ ഉപ്പേരി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഈ ചട്ടിയിൽ ഉണ്ടാക്കണം, ഇരുമ്പിൻ്റെ ചട്ടിയിൽ കേട്ടോ. അപ്പോൾ ഉമ്മ ഉപ്പേരി ഉണ്ടാക്കാൻ. പിന്നെ നമുക്ക് ഉച്ചക്ക് ഇതാ ചെമ്മീനുണ്ട് കേട്ടോ. ചെമ്മീൻ കൊണ്ടൊന്ന് ഫ്രിഡ്ജ് വെച്ചിരുന്ന മറ്റേ അരുമ്പ് ചെമ്മീനാട്ടോ, ചെറിയ ചെമ്മീനാണ്. ഇത് നന്നാക്കണമെങ്കിൽ ഞാൻ ഉമ്മയും കുറച്ച് നേരം മരക്കടണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിന്ന് ഉച്ചക്കുള്ള സ്പെഷ്യൽ കേട്ടോ. പിന്നെ രാവിലേക്കൊക്കെ ചപ്പാത്തിയാണ് ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടോ. കണ്ടോ, കുറേ ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തി ഉണ്ടാക്കിയതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. നല്ല അടിപൊളി പൊഴിഞ്ഞ ചപ്പാത്തി കേട്ടോ. പക്ഷെ ഓല് മറ്റേ ഇന്നലത്തെ പത്തിരിയാണ് ഓല് തിന്നണത്. ഓൾക്ക് ചപ്പാത്തി വേണ്ട പറഞ്ഞാണ്ട്. ഞാൻ ചായ കുടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. എത്തമ്മ, ഞാൻ ചായ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചായയൊക്കെ കുടിക്കട്ടെ. അപ്പം ഇതുവരെ കുട്ടീനെ മടി വെച്ച് ഇങ്ങനെ കുത്തിറക്കേനി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ കുടിക്കട്ടെ. കുട്ടീൻ്റെ അമ്മ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടീനെ ഉമ്മാൻ്റെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഐസമോൾ ഇതാ കുട്ടീനെ എണ്ണ തേക്കണ കണ്ട സന്തോഷം കേട്ടോ ഐസമോളാ കാണിച്ചത്. ചേച്ചിനോട് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുട്ടി നിലവിളിച്ചാണ്, നല്ല നിലവിളി കേട്ടോ. ഓളിങ്ങനെ കുറേ സ്ഥലോളം അങ്ങനെ തേച്ച് കുളിപ്പിക്കലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഓളിങ്ങനെ നിലവിളിച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഐസമോൾക്ക് ഭയങ്കര സങ്കടം, ഓളെ കുട്ടി നിലവിളിച്ചില്ല. അപ്പോൾ ചേച്ചിനോട് എന്തൊക്കെയൊക്കെ ഓള് പറയുക കേട്ടോ കുട്ടി നിലവിളിച്ചതിന്. അപ്പോൾ ഇതാ കുട്ടീനെ അമ്മ പാളയൊക്കെ വെട്ടിക്കൊണ്ടുവന്നാണ്ട് കുട്ടീനെയൊക്കെ എണ്ണ തേച്ച്. നമ്മളെ കുഞ്ഞുവാവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. ഭയങ്കര അലമ്പേനിട്ടോ. 37 ഫസ്റ്റ് കുളിക്കണല്ലോ. ആദ്യമായിട്ട് കുളിക്കണതിനോട് ഒക്കെ അറിയില്ല സംഭവം ഒന്നും. എണ്ണ തേച്ചപ്പോഴും നിലവിളി, കുളിപ്പിച്ചപ്പോഴും നിലവിളി. കുളിച്ചത് കഴിഞ്ഞ് ചേച്ചിയെടുത്ത് ഉടച്ചപ്പോഴാട്ടോളൂ നിലവിളിയോട് നിർത്തിയല്ലേ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം വേണമെങ്കിൽ ആ നിലവിളി ഉണ്ടാവും കേട്ടോ. ഒന്ന് റെഡി ആവുമോളോ, ഒക്കൊന്ന് ചേലാവുമോളോ ചിലപ്പോൾ ആ നിലവിളി ഉണ്ടാവും കരുതണ്. നല്ല നിലവിളിട്ടോ. ചേച്ചി വേഗം കൊണ്ടുപോയി കുളിപ്പിച്ചതാണ്. ഫസ്റ്റ് തീസുമല്ലേ. അപ്പോൾ ഇതുവരെ ഓളാ ചൂടിൽ ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ ഇട്ടച്ചാണല്ലോ ബുക്കലിട്ടുള്ള മേത്തേക്ക്. ഇതുവരെ അങ്ങ് പൊതിഞ്ഞിങ്ങനെ നമ്മൾ തറക്കിലാക്കി ഇങ്ങനെ വെച്ചോണ്ട് തന്നെ പെട്ടെന്ന് അതൊക്കെ ഊരി അതിൻ്റെ തണുപ്പൊക്കെ തട്ടിയപ്പോൾ ഓളായിട്ട് തുടങ്ങിയിട്ട് അലമ്പ്. നമ്മൾ ചേച്ചിയൊക്കെ പോയിട്ടോ കുട്ടീനെയൊക്കെ കുളിപ്പിച്ച് ഫുള്ളും അറപ്പും വിളിയൊക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിപ്പോൾ 37 ഉറങ്ങിക്കണം കേട്ടോ. ഇനി നാളെ എന്താണെന്ന് അറിയില്ല അവസ്ഥ. എല്ലാം വെച്ച് ഇന്നിപ്പോൾ ആദ്യമായിട്ട് ആയതുകൊണ്ടേക്കൊന്ന് കരുതണം. അപ്പോൾ ചേച്ചി പോയി, ഓളും കുട്ടിയൊക്കെ അവിടെ കിടന്നിക്കണം കേട്ടോ. എൻ്റെ മകളെ കാണാനേ കിട്ടണില്ല. കാരണം പൊണ്ണൂൻ്റെ മക്കളുള്ളതിനോട് ഓലിപ്പോൾ ഇന്ന് പോകും. ഇന്ന് ഓൽക്ക് നാളെ സ്കൂളിലുള്ളതിനോട് ഓലിന്ന് വൈകുന്നേരം പോകും. അപ്പോഴായിരിക്കും ഇനി ഞങ്ങളെ പീപ്പിച്ച. കാരണം ഓൾ ഒറ്റക്കാവുമല്ലോ, പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഓളെ കാണാനേ കിട്ടണില്ല. ഓലപ്പം ഇങ്ങനെ നടക്കുക. അപ്പം ചെമ്മീൻ നന്നാക്കാണ്ടായിനല്ലോ രാവിലെ. അപ്പം ഉമ്മച്ചി പറഞ്ഞിനി ചെമ്മീൻ നന്നാക്കാൻ. എന്നിട്ട് ഇപ്പം ഞാൻ ഫോണുമ്മലായതുകൊണ്ട് ഉമ്മ ചെമ്മീനൊക്കെ എടുത്ത് ഇറങ്ങിക്കണം നന്നാക്കാൻ. അപ്പം ഞാൻ കൂടി കൊടുക്കട്ടെ. അമ്മ ഒറ്റക്കൊന്നും നന്നാക്കിയത് തീരുമല്ലോ. അതാണ് ഈ കുഞ്ഞതുമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ മെനക്കെടണം, ചെറുതായതുകൊണ്ട്. അപ്പം ഉമ്മച്ചി തൊലിച്ചലൊക്കെ തുടങ്ങിയിരിക്കണം. അപ്പം ഞാനും കൂടി കൊടുക്കട്ടെ.
അപ്പം ചെമ്മീൻ കൂട്ടാനൊക്കെ ആക്കിയിട്ട് നമുക്ക് ചോറൊക്കെ തിന്നാൻ. പിന്നെ തിരുമ്പാനൊക്കെ ഉണ്ട്. ഇന്നലെ ഉമ്മാക്ക് സുഖമില്ല കേട്ടോ, കൈക്ക് തന്താവരലിൻ്റെ ഇവിടെ അങ്ങനെ എന്തോ ഒരു ഇത് പറ്റിക്കാണ്ട് അത് പൂത്തീനിമ്മ തോളിലാണ് ഇപ്പോൾ. ഇപ്പം അവിടെ നിന്ന് മാറിയോ? ഇപ്പോൾ ഡോക്ടർ കാണിച്ചു വന്നതാട്ടോ. അപ്പോൾ ആ ഭാഗത്ത് മാറി ഇപ്പോൾ മറ്റേ ഭാഗത്തേക്കായിരുന്നു അപ്പം അമ്മ പറയും. അപ്പോൾ തിരുമ്പിയിട്ടൊന്നും ഇല്ലേ ഇന്നലെ ഒന്നും കേട്ടോ അമ്മ. അപ്പോൾ തിരുമ്പാനൊക്കെ ഉണ്ട്, തിരുമ്പാനും അടിച്ചാനും തുടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഫുള്ള് ഡ്യൂട്ടിയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് ചെമ്മീനൊക്കെ തൊലിച്ച് റെഡിയാക്കാം. അപ്പം ഉമ്മ കൂട്ടാനൊക്കെ ആക്കുമ്പോഴത്തേനും നമുക്ക് തിരുമ്പലും അടിച്ചലും തുടക്കലൊക്കെ കഴിച്ചാൽ. അപ്പോൾ ഇനി വീഡിയോ എടുക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഞാൻ വീഡിയോ ഒക്കെ അവിടെ തുടങ്ങും, എന്നിട്ട് പിന്നെ എൻ്റെത് എന്തൊക്കെ ഉണ്ടാവും വീഡിയോ. കാരണം പിന്നെ എടുക്കാൻ കഴിയൂല, ഫോൺ അവിടെ ഇവിടെ കൊണ്ടേക്കാനും കഴിയൂലല്ലോ. അപ്പം ഏതായാലും ഞാൻ പറ്റണ പോലെയൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം എന്താണെന്നൊക്കെ ഉള്ളത് കേട്ടോ. നമ്മൾ ചെമ്മീനൊക്കെ നന്നാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അത് കടായി ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിന്. അപ്പോൾ പൊരിക്കാതെ ചട്ടി വെച്ചിന് കേട്ടോ. പിന്നെ ഇത് കറി കേട്ടോ, കുറച്ച് ചെമ്മീനോട് കറിയും വെച്ചിട്ടോ. അപ്പോൾ ഇത് കറിയാണ്. കറി ഉമ്മച്ചി തേങ്ങ അരച്ച് പറഞ്ഞ കേട്ടോ, തേങ്ങ അരച്ച ചെമ്മീൻ കറി നല്ല ടേസ്റ്റാണ് ഉണ്ടാവല്. ഇതിനിപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. ഞാൻ ഉണ്ടാക്കിനി. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഏറിയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇനി ഇത് തൂമിക്കണം കേട്ടോ. പിന്നെ തൂമിക്കണം. അവിടെ ഇത് പൊരിക്കാനുള്ള ചട്ടി വെച്ചു. നമ്മൾ ചെമ്മീൻ കൂട്ടാനൊക്കെ ആയതുകൊണ്ട് നിൽക്കുകയാണ്. ചോറ് പിന്നെ വെന്തണം കേട്ടോ, ചോറ് അയക്കണം. അപ്പോൾ ഇതാ ഞാൻ കൂട്ടാനും ചോറൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ മക്കൾ പുളി പൊറുക്കാൻ പോയി കേട്ടോ. പുളി പൊറുക്കി വന്നപ്പോൾ ഇതാക്കണത് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. നമ്മൾ മുള്ളുംകായി എന്ന് പറയും കേട്ടോ. പിന്നെ ഇതിന് വേറെ എന്തേ പേരുണ്ടോന്ന് അറിയൂല. അപ്പൊ അതൊക്കെ കൊണ്ടുവന്നിന് ശരിക്കും എല്ലാതൊന്നും പോത്തില്ല കേട്ടോ, പോപ്പ് ആവണുള്ളൂ. ഈ കറുപ്പുണ്ടല്ലേ, ഇതൊക്കെ പച്ചയാണ്, ഈ കറുപ്പാണ് ആവട്ടോ. തിരുമ്പലും കുളിയും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ചോറുന്നാൻ പോവാട്ടോ. അപ്പോത്തിനും നന്നാക്കി വെച്ചോടക്കാക്കി വെച്ചതൊക്കെ ഇരപ്പാക്കി കണ്ടോ, ഓല് ചോറുന്നതാണ് കാരണമ്മ. ആകെ ഉണ്ട് ഓല് നാശാക്കി വെച്ചിക്കണം കേട്ടോ. ഐസമ്മോ അതിലും ഓലൊക്കെ കൂട്ടിക്കാണ്ട് ഓല ഒറ്റക്ക് ചോറ് വാരി തിന്ന കോലാണ് കാണുന്നത്. അപ്പം ഇനി ഞാൻ ചോറ് തിന്നട്ടെ, കുറേ നേരമായിട്ടോ വിശക്കുണ്ട്. തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞപ്പോത്തിന് കുറേ നേരമായി. അപ്പം ഞാൻ ചോറൊക്കെ തിന്നട്ടെ കേട്ടോ. തേങ്ങ അരച്ച ചെമ്മീൻ കറിയും ചെമ്മീൻ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറ് നട്ടെ. ചെറിയ ചെമ്മീനായതുകൊണ്ട് തന്നെ കുറേ ചെമ്മീനുണ്ട് കേട്ടോ. കുറേ ഉണ്ടായി ചെയ്തിട്ടുണ്ട്, എത്ര വലുപ്പമുള്ളൂ കേട്ടോ. പക്ഷേ കുറേ ചെമ്മീനൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ചെമ്മീൻ. അപ്പം ഞാൻ ഏതായാലും ചോറൊക്കെ തിന്നട്ടെ കേട്ടോ. ചോറൊക്കെ തിന്ന് കുറച്ച് നേരം കടന്നൊക്കെ നീച്ചതാട്ടോ. വൈകുന്നേരം ഇപ്പോൾ ഇവിടെ പ്രസവിച്ചെടുക്കണ പോലൊക്കെ ഉള്ളതിനോട് വൈകുന്നേരം സ്പെഷ്യലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പഴം വാട്ടി ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടോ. അമ്മ അതിൻ്റെ ഇടയിൽ ശ്രദ്ധ വിട്ട് പോയതാണ്. ഇപ്പോൾ ഫുള്ള് ഇതാവും കേട്ടോ, പെട്ടെന്ന് ശ്രദ്ധ മാറും. അപ്പോൾ അത് പഴം ചെറുതായിട്ട് നടി പിടിച്ച് പയത്തുമ്പക്ക് വല്ലാതെ എത്തിയില്ല കേട്ടോ. പിന്നെ ഈ പ്രസവിച്ചെടുക്കുമ്പോൾ പഴം വാട്ടൽ വേറെ ടേസ്റ്റ്, അല്ലാത്തപ്പോൾ നമ്മൾ വാട്ടണ മാതിരിയല്ല. പിന്നെ അതാ പാലുണ്ട്, പാല് നമുക്ക് ഇവിടെ ഓടി കിട്ടാല്ലേ ഇനി കേട്ടോ. ഇപ്പൊ കിട്ടിയതാണ്. പിന്നെ അമ്മച്ചി ഇതാ വെള്ളമൊക്കെ വെച്ചിക്കണ്. ഇത് നമുക്ക് നാളേക്കുള്ള അരി ഉയർന്ന് വെള്ളത്തിൽ ഇട്ടതാട്ടോ. ചെറുതായിട്ട് പയം വാട്ടിയതൊക്കെ ഒന്ന് അടി പിടിച്ചിട്ടോ. അമ്മ അതിൻ്റെ ഇടയ്ക്ക് എന്തോ തീ കൂട്ടി തോന്നുന്നു, ഓഫാക്കിയതാ തോന്നുന്നുണ്ട്. പക്ഷെ കൂടിയാ നിന്നിനത് ഉമ്മക്ക് ഓർമ്മ. അപ്പോൾ നമ്മളെ പൊണ്ണുമ്മ ചായ കുടിക്കുക കേട്ടോ. പൊണ്ണൂനും ഉമ്മ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിന്. അപ്പോൾ ഓള് ചായ കുടിക്കണം. അപ്പോൾ നമ്മളെ കുഞ്ഞാപ്പിക്ക് എന്തോ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ വിചാരിച്ച് നല്ലോണം കുളിപ്പിച്ചുമ്പോൾ നല്ലോണം ഉറങ്ങുന്നു കേട്ടോ. ഓൾക്ക് ഉറങ്ങാൻ മടിയാണ്. അപ്പോൾ ഓള് നല്ലോണം ഉറങ്ങും എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ ഓള് ഉറങ്ങണില്ല, കുളിപ്പിച്ചപ്പോൾ ഓള് തീരെ ഉറങ്ങണില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇങ്ങനെ കയ്യിലെടുത്ത് നടക്കുക, ഉമ്മയെ ഞാനോ ഓളോ ആരെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഓളും മുണ്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഓളവിടെ കൊണ്ടുപോയി കടത്തി അപ്പോൾ ഓള് നിലവിളിച്ചേട്ടോ. അപ്പോൾ ഓൾക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഉത്തരക്ക. പിന്നെ വല്യമ്മ, കുട്ടീൻ്റെ വല്യമ്മയാണ് എപ്പോഴും എടുത്ത് നോക്കല് കേട്ടോ. വല്യമ്മ ചായയൊക്കെ ഉണ്ടാക്കണം പേരക്കുട്ടിക്ക്. പേരക്കുട്ടിയുടെ എണ്ണ അങ്ങനെ കൂടി. അപ്പം ഉമ്മ ചായയൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ കുട്ടീനെ പിടിച്ച് ഇങ്ങനെ നിൽക്കാം കേട്ടോ. പിന്നെ എന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖം. അപ്പം നോമ്പൊക്കെ ആവാനായല്ലേ. പിന്നെന്താ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കേട്ടോ. ഒരു ചെറിയൊരു യൂട്യൂബേഴ്സിൻ്റെ ആഗ്രഹമായിരിക്കും ഒരു 1K എന്നുള്ളത് അല്ലേ.
ഒരു 1K എന്നുള്ളത് ഭയങ്കര വലിയൊരു ആഗ്രഹം. നമുക്ക് 1,00,000 സബ്സ്ക്രൈബ് ഉള്ള മേനിയായിരിക്കട്ടെ. ഒരു 1K ആയാൽ തന്നെ 1,00,000 അല്ല 1,000,000 അടിച്ച സന്തോഷമായിരിക്കും. എനിക്ക് തന്നെ ഇപ്പോൾ ഓരോന്ന് കൂടുന്നതിനും സന്തോഷമായിട്ട്. അപ്പോൾ ഒരു സബ്സ്ക്രൈബ് ആണെങ്കിൽ അത് കൂടുന്ന കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്ത സന്തോഷമായിട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് 1K ആവണേ എന്നുള്ളൊരു ഇതാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യണ്ടി 1K ആവാനും വേണ്ടിയിട്ട്. ആവാനായിക്കണ്, ഇനി കുറച്ചും കൂടി ഉള്ളൂ ആവാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ. പുതുതായിട്ട് കാണുന്നോലും ആരെങ്കിലും ഉണ്ടേലിട്ടോ. പിന്നെന്താ, അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. അപ്പം നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട്. ഇന്നത്തെ ഡേ ഇങ്ങനെയൊക്കെയാണ്, തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോയി. അപ്പം ഇനി വൈകുന്നേരത്തെ ചായയൊക്കെ കുടിക്കട്ടെ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.